ലക്ഷദ്വീപിൽ നിന്ന് പ്രസവത്തിനായി കൊച്ചിയിലെത്തിച്ച യുവതിക്ക് ആംബുലൻസിൽ സുഖപ്രസവം. കവരത്തിയിലെ നഴ്സിംഗ് ഓഫീസർ ആയിഷ ബീവിയുടെ കരങ്ങളിലേക്കാണ് കൊച്ചിയിലെ നിരത്തിൽ ആ കുരുന്നു ജീവൻ കൺതുറന്നത്. വളർച്ചയെത്തും മുമ്പേ ഭൂമിയിലേക്ക് എത്തിയ കുരുന്നു ജീവൻ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ഇൻക്യുബേറ്ററിലാണുള്ളത്. നമുക്ക് ആ വിശേഷം ഒന്ന് അറിഞ്ഞു വരാം. അന്ത്രോത്ത് ദ്വീപിൽ നിന്നുള്ള 27-കാരി നസീറയുടെ കുരുന്നിന് ഉദരത്തിൽ 13 ആഴ്ചയായുള്ളൂ. പൂർണ്ണ വളർച്ചയെത്തും മുൻപേ പ്രസവം ഉറപ്പായതോടെ കുരുന്നിന്റെ ജീവൻ രക്ഷിക്കാൻ മുൻകരുതലായാണ് ദ്വീപിലെ ആശുപത്രിയിൽ നിന്ന് കൊച്ചിയിലേക്ക് അയച്ചത്. ദ്വീപിൽ നിന്ന് ഹെലികോപ്റ്ററിൽ നെടുമ്പാശ്ശേരിയിലേക്ക്, അവിടെ നിന്ന് ആംബുലൻസിൽ. ഹെലികോപ്റ്ററിൽ വെച്ച് തന്നെ പ്രസവരക്ഷണങ്ങൾ കാണിച്ചു. നെടുമ്പാശ്ശേരിയിൽ നിന്ന് ആംബുലൻസിൽ ജനറൽ ആശുപത്രിയിലേക്ക് പോകാനാണ് തീരുമാനിച്ചിരുന്നതെങ്കിലും അവിടെ എത്തും മുൻപേ പ്രസവം ഉറപ്പായതോടെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് ആംബുലൻസ് കുതിച്ചു. ലക്ഷദ്വീപിൽ നിന്നുള്ള ഡോക്ടർമാർ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് അതിവേഗം വിവരങ്ങൾ കൈമാറി. ആംബുലൻസിൽ ആയിഷ ബീവിയെ കൂടാതെ നസീറയ്ക്കൊപ്പം ഭർത്താവും അമ്മയും മാത്രം. അവരുടെ ആശങ്കയുമായി ആംബുലൻസ് കുതിച്ചു. പ്രസവമുണ്ടായാൽ കൈകാര്യം ചെയ്യാനാവശ്യമായ എല്ലാ വസ്തുക്കളും കരുതിയാണ് ലക്ഷദ്വീപിൽ നിന്ന് വിട്ടത്. നസീറ വേദനയിൽ പൊളഞ്ഞപ്പോൾ ആയിഷ ബീവി ആംബുലൻസിൽ വെച്ച് ആ കുരുന്നു ജീവനെ കൈകളിലേക്ക് എടുത്തു. എയർപോർട്ടിൽ നിന്നിറങ്ങി നമ്മൾ വരുന്ന വഴിക്ക് തന്നെ ശരിക്കും ലേബർ ഇപ്പോൾ നടക്കും. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജാണ് നിയർ ആയിട്ടുള്ളത്, അവിടെ കൊണ്ടുപോകണം. അപ്പോൾ ആംബുലൻസ് ഡ്രൈവർ കേരള പോലീസിൻ്റെ സഹായത്തോടു കൂടി റോഡൊക്കെ ഭയങ്കര ക്ലിയർ ആയിരുന്നു വരുമ്പോൾ. അങ്ങനെ എത്തി ആംബുലൻസിൽ വെച്ചാണ് ഡെലിവറി നടക്കുന്നത്. പെട്ടെന്ന് കളമശ്ശേരി സപ്പോർട്ടിംഗ് സ്റ്റാഫിനെയൊക്കെ വിളിച്ചു നമ്മൾ NICUവിൽ ബേബിയെ ഷിഫ്റ്റ് ചെയ്തു. അവിടെ എത്തിയ ഉടനെ തന്നെ അവരുടെ സപ്പോർട്ടിംഗ് സ്റ്റാഫ് എല്ലാവരും വന്നു. ഓക്സിജൻ സിലിണ്ടർ ആയിക്കോട്ടെ, പോർട്ടബിൾ O2, പിന്നെ അതുപോലെ തന്നെ ലേബർ കുട്ടിക്കുള്ള സാധനങ്ങളും പിന്നെ ലേബർ എടുക്കാനുള്ള സാമഗ്രികളും എല്ലാം. ഈവൻ നമുക്ക് അതിൽ വരുന്ന വേസ്റ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് കളർ കോഡിങ്ങിലുള്ള നമ്മുടെ കവർ വരെ എല്ലാം നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് സൗകര്യം ഒരുക്കി തന്നിട്ട് അവിടെ നിന്ന് വിട്ടത്. 17 വർഷത്തെ നഴ്സിംഗ് ജീവിതത്തിൻ്റെ അനുഭവപരിചയവും ആത്മവിശ്വാസവും കൂട്ടായി. ഒപ്പം ലക്ഷദ്വീപിൽ നിന്നുള്ള തത്സമയ മെഡിക്കൽ നിർദ്ദേശങ്ങളും. പ്രസവം നടന്ന് ഏതാണ്ട് 5 മിനിറ്റ് കൊണ്ട് ആംബുലൻസ് എത്തിയപ്പോൾ അമ്മയെയും കുഞ്ഞിനെയും അതിവേഗം ഏറ്റുവാങ്ങാൻ കളമശ്ശേരി മെഡിക്കൽ കോളേജും സജ്ജമായിരുന്നു. NHM വിഭാഗത്തിൽ ജീവനക്കാരിയാണ് ഐഷ. 1.5 കിലോഗ്രാം മാത്രം ഭാരവുമായി പിറന്ന ആൺകുഞ്ഞ് NICUവിൽ വെന്റിലേറ്ററിലാണ്. ആംബുലൻസ് ഡ്രൈവറുടെ സമയോചിതമായ ഇടപെടലും അതിവേഗം ആശുപത്രിയിലെത്താൻ സഹായകമായി. താണി എത്തിയപ്പോഴത്തേനും പെയിൻ തുടങ്ങി, പെൺകുട്ടിക്ക് അറിയാനും വെള്ളം വെക്കാനും തുടങ്ങി. അപ്പോഴത്തേനും ഞാൻ എൻ്റെ ഒരു കൈ കൊണ്ട് വണ്ടി ഓടിച്ച് ഒരു കൈ കൊണ്ട് 100 വിളിച്ച് കൺട്രോൾ റൂം വിളിച്ചു. അന്നേരം പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് നല്ല സഹകരണം കിട്ടി. കാരണം അവർ തോട്ടക്കാട്ടുകാരുടെ സിഗ്നൽ, പറവക്കാല സിഗ്നൽ, കളമശ്ശേരി സിഗ്നൽ വരെ നമുക്ക് കവർ ചെയ്തു തന്നു. അവർ അവിടെ നിന്ന് വരെ ഇടയ്ക്ക് കോളിൽ വിളിച്ച് ചോദിച്ചാൽ അവിടെ എത്തിയെന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ടായിരുന്നു. ദ്വീപിൽ നിയോനാറ്റോളജിസ്റ്റും നിയോനാറ്റൽ സംവിധാനവും ഇല്ലാത്തത് മൂലമാണ് നസീറയെ കൊച്ചിയിലെത്തിക്കേണ്ടി വന്നത്. അടിയന്തര ഘട്ടത്തിൽ ദ്വീപിൽ നിന്ന് ഇത്തരത്തിൽ രോഗികളെ പലപ്പോഴും കൊച്ചിയിലെത്തിച്ചാണ് വിദഗ്ധ ചികിത്സ നൽകുന്നത്. ആംബുലൻസിൽ പിറന്നു വീണ കുരുന്നിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടു വരുന്നു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി. പ്രദീപ് ജോസഫ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രദീപ്, ആയിഷ ബീവിയുടെ 17 വർഷത്തെ ആ ഒരു സർവീസിനിടെ ഒരുപക്ഷെ ഇതൊരു ആദ്യത്തെ അനുഭവമായിരിക്കും അല്ലെ, ആംബുലൻസിൽ വെച്ച് തന്നെ ഒരു കുഞ്ഞിൻ്റെ, ആ ജന്മം നൽകിയ കുഞ്ഞിനെ കരങ്ങളിലേക്ക് ഏറ്റുവാങ്ങുന്നതുമൊക്കെ. അതുപോലെ തന്നെ ആ ആംബുലൻസ് ഡ്രൈവർ പറയുന്ന ഒരു കാര്യം, ഈ പെട്ടെന്നുള്ളൊരു ഇടപെടൽ അല്ലേ അവരുടെ ഭാഗത്തു നിന്നും. അങ്ങനെ കുറേ പേര് ഒരു കുഞ്ഞ് ജീവൻ രക്ഷിക്കാനായിട്ട് ആ ഒരു പ്രസവം, നല്ല രീതിയിലൊരു പ്രസവം നടക്കാനും ഒക്കെ ആയിട്ട് കുറേ പേര് ഒരുമിച്ച് നിന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു എന്നതാ അല്ലേ? അന്ത്രോത്ത് CHCയിൽ നിന്നാണ് നസീറയെ എറണാകുളത്തേക്ക് റഫർ ചെയ്യുന്നത്. കവരത്തി ഇന്ദിരാഗാന്ധി ആശുപത്രിയിലെ നഴ്സിംഗ് ഓഫീസറാണ് ആയിഷ ബീവി. ഇവരാണ് നസീറയ്ക്ക് ഒപ്പം നിയോഗിക്കപ്പെട്ടത്. എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് പോകാൻ പ്ലാനിട്ടാണ് ഈ കുടുംബം ലക്ഷദ്വീപിൽ നിന്ന് പോകുന്നത്. പക്ഷേ നമുക്കറിയാം, കടലലകൾക്ക് മുകളിലൂടെ ഹെലികോപ്റ്ററിൽ മണിക്കൂറുകൾ യാത്ര ചെയ്താണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയത്. ഈ ഹെലികോപ്റ്ററിൽ വെച്ച് തന്നെ ചില ശാരീരിക അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചു തുടങ്ങിയിരുന്നു. അവിടെ എത്തി അതിവേഗം തന്നെ ആംബുലൻസിലേക്ക് മാറ്റി. എറണാകുളം ജനറൽ ആശുപത്രിയിൽ എത്തും മുൻപ് പ്രസവം നടന്നേക്കും എന്ന് മനസ്സിലാക്കിയ നഴ്സിംഗ് ഓഫീസർ തൻ്റെ മേലുദ്യോഗസ്ഥരോട് ആലോചിച്ച് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ തീരുമാനിക്കുകയായിരുന്നു. ആംബുലൻസിൽ കയറി ആംബുലൻസ് കുതിച്ചു പോയപ്പോൾ തന്നെ കലശലായ പ്രസവ വേദന അനുഭവപ്പെട്ടു തുടങ്ങി. എന്തായിരുന്നാലും കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തും മുൻപ് അവർ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. 1.5 കിലോഗ്രാം ഭാരം മാത്രമാണ് ഈ കുഞ്ഞിനുള്ളത്. കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്ക് നേരത്തെ ഇത്തരത്തിൽ അറിയിപ്പ് ലഭിച്ചിരുന്നതുകൊണ്ട് സുസജ്ജരായി അവിടുത്തെ ടീം കാത്തു നിന്നിരുന്നു. കുഞ്ഞിനെ ഉടൻ തന്നെ NICUവിലേക്ക് മാറ്റിയിരിക്കുന്നു. നിലവിൽ ആരോഗ്യനിലയിൽ വലിയ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഈ ഓടുന്ന ഒരു ആംബുലൻസിൽ വെച്ചാണ് ഇത്തരത്തിൽ നഴ്സിംഗ് ഓഫീസർ പ്രസവം എടുത്തത്. നമുക്കറിയാം, വളഞ്ഞ് അല്ലെങ്കിൽ കുലുങ്ങി ഗട്ടറിൽ ചാടി ഹമ്പിൽ ചാടിയൊക്കെയാണല്ലോ ആംബുലൻസ് പോകുന്നത്. അതിനിടയിൽ ഇത്തരത്തിലുള്ളൊരു
പ്രസവം എടുക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായൊരു സംഗതിയില്ല. മാത്രമല്ല ഈ അമ്മയ്ക്ക് അല്ലെങ്കിൽ നസീറയ്ക്ക് അവരും അങ്ങേയറ്റം ടെൻഷനിലായിരുന്നു. കാരണം സങ്കടകരമായ മറ്റൊരു കഥ കൂടിയുണ്ട്. അവരുടെ കുടുംബത്തിലെ ഒരു കുഞ്ഞ് നേരത്തെ ജനിക്കും മുൻപ് തന്നെ മരണപ്പെട്ടു പോയിട്ടുള്ളതാണ്. അങ്ങനെ ഒരു സങ്കടവും തീർക്കുന്നു. ആ ഒരു മാനസികാവസ്ഥയിലൊക്കെയാണ് ഇത്തരത്തിലൊരു ഓടുന്ന ആംബുലൻസിനുള്ളിൽ പ്രസവം നടന്നത്. എന്തായിരുന്നാലും അമ്മയും കുഞ്ഞും നിലവിൽ സുഖമായിരിക്കുന്നു. ഈ കുഞ്ഞിന് ഭാരം തീരെ കുറവാണ് എന്ന് കണ്ട് പ്രസവശേഷം എന്തായിരുന്നാലും കുഞ്ഞിനെ നിയോനാട്രോളജിയിൽ അങ്ങേയറ്റം കെയർ കൊടുക്കേണ്ടി വരുമെന്നുള്ളത് ലക്ഷദ്വീപിലെ ഡോക്ടർമാർ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ടാണ് എറണാകുളത്തേക്ക് ഇവരെ റെഫർ ചെയ്തത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ലക്ഷദ്വീപിലെ ആശുപത്രികളിൽ നിയോനാട്രോളജിസ്റ്റ് ഇല്ല, അല്ലെങ്കിൽ നിയോനാട്രൽ സംവിധാനം പലയിടത്തും ഇല്ല, അത്തരമൊരു സംവിധാനമില്ല. അതുകൊണ്ടാണ് കൊച്ചിയിലേക്ക് വരേണ്ടി വരുന്നത്. പലപ്പോഴും ഹെലികോപ്റ്റർ കിട്ടാൻ ചിലപ്പോഴൊക്കെ ആണെങ്കിൽ താമസം എടുക്കാറുണ്ട്, അല്ലെങ്കിൽ ഏറെ ബുദ്ധിമുട്ടി കപ്പൽ യാത്ര ചെയ്ത് വേണം വരാൻ. അടിയന്തര സാഹചര്യങ്ങളിൽ ലക്ഷദ്വീപിൽ നിന്ന് രോഗികളെ ഇവിടെ വൻകരയിൽ എത്തിക്കുന്നതിനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകളൊക്കെ പലപ്പോഴും ലോക്സഭയിൽ ഉൾപ്പെടെ ചർച്ചയായിട്ടുള്ളതാണ്. എന്തായിരുന്നാലും ഈ ഒരു സംഭവത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ ആരോഗ്യ സംവിധാനങ്ങളിൽ കുറച്ചുകൂടി മെച്ചപ്പെടൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായിരുന്നാലും ഈ 1.5 കിലോ ഭാരവുമായി ജനിച്ച ആൺകുഞ്ഞ് സുഖമായിരിക്കട്ടെ, എത്രയും വേഗം പൂർണ്ണ സൗഖ്യം പ്രാപിച്ചു. എന്തായാലും മാസങ്ങളോളം ആശുപത്രിയിൽ 2 മാസമെങ്കിലും കുറഞ്ഞത് ആശുപത്രിയിൽ തങ്ങേണ്ടി വരും. കാരണം ഇത്രമാത്രം പ്രീ മെച്യൂർ ജനനമാണല്ലോ. അതുകൊണ്ട് തന്നെ ഏറ്റവും കുറഞ്ഞത് 2 മാസമെങ്കിലും ആശുപത്രിയിൽ തങ്ങേണ്ടി വരും. കൂടാതെ ഈ ആശുപത്രിയിലേക്ക് ആംബുലൻസ് കടന്നു പോകുന്ന വഴിയിലെല്ലാം എല്ലാ സഹകരണവും അവർക്ക് കിട്ടി. ആംബുലൻസ് ഡ്രൈവർ തന്നെയാണ് ഇത്തരത്തിലൊരു കേസുമായി ആംബുലൻസ് വരുന്നുണ്ടെന്ന് പോലീസിനെ അറിയിച്ചത്. പോലീസുകാർ ഈ വരുന്ന വഴിയിൽ, അതായത് നെടുമ്പാശ്ശേരി മുതൽ കളമശ്ശേരി വരെ 4 or 5 ട്രാഫിക് സിഗ്നലുകളുണ്ട്. അവിടത്തേക്ക് ലൈറ്റുകളൊക്കെ ക്ലിയർ ചെയ്ത്, റോഡ് ക്ലിയർ ചെയ്ത് എല്ലാ സംവിധാനവും ഒരുക്കി. ശരി പ്രദീപ്, അങ്ങനെയാണ് അവരൊക്കെ ഒരുമിച്ച് നിന്നു എന്നുള്ളതാണ്. എന്തായാലും പ്രദീപ് പറഞ്ഞപ്പോഴാണ് നമ്മൾ അറിയുന്നത്, അതായത് ആ കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് നേരത്തെ ജനിക്കുന്നതിന് മുന്നേ ഒരു കുഞ്ഞിനെ നഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ അവരെത്രത്തോളം ടെൻഷൻ അനുഭവിച്ചിട്ടുണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും നഴ്സിംഗ് ഓഫീസറായ ആയിഷ ബീവി ഒപ്പം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ആ ആംബുലൻസ് ഓടിച്ച ഡ്രൈവർ, അദ്ദേഹമാണെങ്കിലും ഒരു സഹോദരനെ പോലെ നിന്ന് പ്രവർത്തിച്ചു എന്ന് തന്നെ പറയാമല്ലേ. അങ്ങനെ ഒരുപാട് പേര് ഒന്നിച്ച് നിന്ന് ഒരു ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട്, ആ ഒരു പ്രസവം നല്ല രീതിയിൽ നടക്കാൻ വേണ്ടി കുറേ പേര് ഇങ്ങനെ ഒന്നിച്ച് നിന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്തായാലും